നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 ഇന്നത്തെ ഒരു ലൈവ് അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഇത് കുറെ ചെറിയ ആദ്യമൊക്കെ രാവിലെ പാട്ടും ഇതുമൊക്കെ ആയിട്ട് ഇങ്ങനെ മോർണിംഗ് പല സംവാദങ്ങളും ഒക്കെ ചെറിയ രീതിയിൽ തർക്കങ്ങളൊക്കെ ഉണ്ടായി വന്നെങ്കിലും ബിഗ് ബോസ് എല്ലാവരെയും കൂടെ വിളിച്ചിരുത്തി ഒരു പണി അങ്ങോട്ട് കൊടുത്തു. അതായത് ക്യാപ്റ്റന് വേണ്ടി ആ, നിയന്ത്രണത്തിലുള്ള ഒരു കാര്യമായിരുന്നത്. അതായത് ഉപയോഗിക്കാൻ പാടില്ലാത്തതും നിയമങ്ങൾക്ക് അപ്പുറത്തുള്ളതുമായ കോസ്റ്റ്യൂംസ് അതുപോലെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരാണ്, ആരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കുന്ന ഒരു ടാസ്ക് ആണ് അല്ലെ ഗെയിമാണ് ഇത് ആ, കൊടുത്തിരുന്നത്. അതായത് ക്യാപ്റ്റനാണ് അത് കണ്ടുപിടിക്കേണ്ടത്. ക്യാപ്റ്റൻ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു സ്കെയിൽ കൊടുത്തു. ഈ പൊട്ട അനീഷ് ആകെ പിന്നെ വണ്ടടിച്ചു പോയി ഇത് എന്തിനുള്ളതാന്നുള്ളത്. അനീഷ് ഇതുവരെ നല്ലൊരു പ്ലെയർ ആയിട്ടൊക്കെയാണ് നമ്മൾ കാണുന്നത്. എന്നാലും ചില കാര്യങ്ങളിൽ ഈ പിന്നെ ബിഗ് ബോസ് ഈ ക്യാപ്റ്റന്റെ ചില കഴിവുകളൊക്കെ ഒരു മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ സ്കെയിൽ കൊടുത്തത് അവിടെ ഇരുന്നവർക്കെല്ലാം ചോദിച്ചു. അവർക്ക് ആർക്കും അറിയത്തില്ല, അറിയാവുന്നവർ പറഞ്ഞില്ല ഏതൊക്കെയായിരിക്കും അതിന്റെ കാരണം. എന്തായാലും ശരി, ബിഗ് ബോസിന്റെ അടുത്ത് 2-3 പ്രാവശ്യം ചോദിച്ചു എന്തിനാണ് ഈ കോസ്റ്റ്യൂം ഇട്ടോ ഇല്ലെങ്കിൽ സ്പ്രേ അടിച്ചോ എന്നൊക്കെ നോക്കണമെങ്കിൽ ഈ സ്കെയിൽ എന്തിനാണ്. ബിഗ് ബോസ് ഒരു തമാശ രൂപയുടെ പറഞ്ഞു, ഇത് ഒരു ഇൻസ്ട്രക്ടർ അല്ലേ നിങ്ങള്, അപ്പം എന്നുവെച്ചാൽ ഇൻസ്ട്രക്ടറുടെ കയ്യിൽ ഒരു അളവുകോലായിട്ട് ഈ സ്കെയിൽ ഇരിക്കട്ടെ എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഒരു വടിയായിട്ട് ഒരു മാഷിന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു വെച്ചു. അങ്ങനെ ഓരോരുത്തരെ ആയിട്ട് വിളിച്ചു. നമ്മുടെ രേണുസുതി വന്ന് പറഞ്ഞു. ആദ്യത്തെ ഒരു പ്രശ്നം, ലിപ്സ്റ്റിക്കിന്റെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായല്ലോ. വന്നപ്പോഴേ എല്ലാവരും ഇതെല്ലാം കണ്ട് ബിഗ് ബോസ് ഇവർക്ക് വെച്ചതാണെന്നും പറഞ്ഞ് എടുത്ത് വാരി തേച്ചു. അതൊരു വലിയ പ്രശ്നമായി. അതിനുശേഷം ഞാൻ ഉപയോഗിച്ചിട്ടില്ല, എനിക്കത് അറിയത്തുമില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്നും പറഞ്ഞ് രേണുസുതി പറഞ്ഞു. അങ്ങനെ നമ്മുടെ അനിമോളുടെ അടുത്തേക്ക് വന്നു. അനിമോളുടെ അടുത്തേക്ക് വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ കണ്ടുപിടിക്കുക, നിങ്ങളുടെ ടാസ്ക് അല്ലേ, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് കണ്ടുപിടിക്കേണ്ടത്. അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ബിഗ് ബോസിനോട് ചോദിക്കുകയാണ്, എനിക്കൊരു സ്ത്രീയുടെ ശരീരത്തിൽ അനുവാദമില്ലാതെ പിടിക്കാൻ പറ്റുമോ, തൊടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇതിനകത്തില് അനിമോള് ഉപയോഗിച്ചു എന്നുള്ളത് അവിടെ നിന്ന് മറ്റുള്ള പാർട്ടിസിപ്പൻസ് തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ട് സ്പ്രേ ഉപയോഗിച്ചെന്നു. അത് കേട്ട് അനിമോൾ എന്ത് ചെയ്തു, ഇങ്ങനെ കൈ അണപ്പിച്ചു കൊടുക്കുന്നു, വേണ്ട ഞാൻ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഇടുന്നതുകൊണ്ട് ഞാൻ സ്പ്രേ എടുത്ത് അടിച്ചു എന്ന് പറയാതെ പറയുകയാണ്. അപ്പോൾ അനിമോൾ അവിടെ തെറ്റ് ചെയ്തതായിട്ട് ആദ്യത്തെ ഇതിൽ കണ്ടെത്തി. പിന്നെ വന്നത് നമ്മുടെ ശാരിക ചേച്ചിയാണ്. ശാരിക ചേച്ചി ഹോട്ട് സീറ്റിലെ മാതിരിയുള്ള സംസാരം, അവർക്ക് ഒരു ടാസ്ക് ചെയ്യാൻ അറിയത്തില്ല, അല്ലെങ്കിൽ അവര് ഇതിനകത്തിൽ ഒരു കോണ്ടന്റ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവര് വന്നിട്ട് ചോദിച്ചു, പിന്നെ എന്റെ ഈ കുതിരൻ കോലം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ, ഞാൻ സ്പ്രേ അടിച്ചെന്നോ കോസ്മെറ്റിക്സ് എന്തെങ്കിലും യൂസ് ചെയ്യുന്ന തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയുണ്ട് ഇവർ തമ്മിലൊരു തർക്കത്തിലാണ്. കോൺഫിഡൻസ് ലെവൽ അളക്കുന്ന കാര്യത്തിലേക്ക് തർക്കം വരുന്നു. ഈ എന്തിനാണ് നിങ്ങൾ സ്കെയിൽ, കോൺഫിഡൻസ് ലെവൽ അളക്കാനാണ്. ഒന്ന് അളന്നു, ഞാൻ എന്റെ സമ്മതം, ഞാൻ നിങ്ങൾ കോൺഫിഡൻസ് ലെവല് അളന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ഉപ്പാപ്പൊക്കെ പറയാണ്. ശരിക്കും പറഞ്ഞാൽ അവരൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് മാന്യമായി പറയുന്ന ഒരാളുണ്ട്, താഴോട്ട് വരുമ്പോൾ പറയാം. അപ്പൊ അത് കഴിഞ്ഞ് വന്നത് സരികയാണ്, നമ്മുടെ കലാഭവൻ സരിക. സരിക വന്നിട്ട് മാന്യമായിട്ട് പറഞ്ഞു, 100% ഉറപ്പ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അടുത്തത് ബിൻസി. ബിൻസി വന്നിട്ട് പറഞ്ഞു, എന്ത് തോന്നുന്നു നിങ്ങളുടെ ഇവിടുത്തെ ജീവിതം എന്നൊക്കെ പറഞ്ഞപ്പോ ബിഗ് ബോസ് ഇടപെട്ടിട്ട് പറഞ്ഞു, ഇവിടുള്ള കാര്യങ്ങൾ മാത്രം ഈ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ അനീഷിനൊരു വാണിംഗും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടുത്തെ കാര്യങ്ങൾ ബിൻസി പറയുന്നത്, ഇവിടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുറത്തു പോകും, അത് ബിഗ് ബോസ് ഔട്ടാക്കും, അതുകൊണ്ട് പറയുന്നില്ല എന്നും പറഞ്ഞൊരു വിരോധ രീതിയിലാണ് ബിൻസിയുടെ പോക്ക്. ഇവരുടെയൊക്കെ എത്രത്തോളം ആക്ടിവിറ്റി ഈ ഇതിനകത്തിൽ ഈ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമ്മളൊന്ന് നോക്കുമ്പോൾ വളരെ ഈ കുറഞ്ഞ കാര്യങ്ങൾ ഇവരൊക്കെ കാര്യങ്ങളിൽ ഇടപെട്ടത്തുള്ളൂ. അങ്ങോട്ട് പോകും, അവിടെ പോയി കൈ വിരിക്കും, മാറി അവിടോട്ട് പോയി പെണ്ണുങ്ങളടുത്ത് പോയി സംസാരിക്കും, ഇത് തന്നെ. അല്ല കിച്ചണിൽ പോകും, വല്ലതും കഴിക്കുന്നതാണ്, ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ അടുത്തത് രന ഫാത്തിമ വന്നു.
റെന ഫാത്തിമ വന്നത്, അതായത് നമുക്കറിയാം ഒരു ഡിജിറ്റൽ ക്രിയേറ്ററാണ്. 9 വയസ്സേ ഉള്ളൂ ഈ കുട്ടിക്ക്. എന്നാല് സ്വഭാവത്തിലും ഒക്കെ ഇച്ചിരി എടുത്തയായിട്ടാണെന്ന് തോന്നുന്നു. വന്നപ്പോ തന്നെ പല സംഭവങ്ങളും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനത്തിൽ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ, ഞാന് 99% ഉപയോഗിച്ചിട്ടില്ല, എന്നുവെച്ചാൽ 1% ഉപയോഗിച്ചിട്ടുണ്ട് എന്നല്ലേ. കാര്യം ഇതിനകത്ത് ഇവർ കള്ളം പറഞ്ഞാലും ക്യാപ്റ്റന്റെ അടുത്ത് കള്ളം പറഞ്ഞാലും ബിഗ് ബോസ് ഇതെല്ലാം ഇവര് ഉപയോഗിച്ച സാധനങ്ങൾ അവിടെ 50-100 ക്യാമറകൾ വെച്ചേക്കുകയാണ്. ഒരു ചുമ്മാ അല്ല വെച്ചേക്കുന്നത്. അതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട എത്രയോ ആൾക്കാരിരിക്കുന്നു. ഇവർ ഉപയോഗിച്ച സാധനങ്ങൾ, ഇവരുടെ ഓരോരുത്തരുടെയും ആക്ടിവിറ്റീസ് എല്ലാം എഴുതി റെക്കോർഡാക്കുകയാണ്, ഇവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും. അപ്പോൾ 1% ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നും പറയാൻ നമുക്ക് പറ്റത്തില്ല. അവിടെ 1% ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കണ്ടുപിടിക്കണം, അത് ഹൈഡ് ചെയ്തു വെച്ചിരിക്കുകയാണ്, കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവര് തമ്മിൽ ഒരു സ്വഭാവത്തിലാണ് റന ഫാത്തിമയും ഇടപെട്ടത്. ഈ ഒരാണ് ചെന്നിട്ട് ഒരു പെണ്ണിന്റെ അടുത്ത് ഇടപെടുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. സ്പ്രേ അടിച്ചിട്ടുണ്ടെന്ന് മണപ്പിച്ച് നോക്കാം, അതൊക്കെ വലിയ ഒരു റിസ്ക് പിടിച്ച കാര്യങ്ങളാണ്. പിന്നെ അത് പബ്ലിക് കാണുന്നതാണ്. അതുകൊണ്ട് അതിന്റെ ഇത് വല്ലതും കൈവിട്ട് അനീഷ് ചെയ്യുമോ എന്നുള്ള ഒരു പരീക്ഷണം കൂടിയാണ് ബിഗ് ബോസ് അനീഷിന് കൊടുത്തേക്കുന്നത്. ഉത്തരവാദിത്തം കയറി പിന്നെ കയ്യെ പിടിച്ച് നോക്കുവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് തെറ്റ് ആണെന്ന് ക്യാപ്റ്റന്റെ കണ്ടുപിടിക്കാൻ കൂടിയുള്ള ഒരു പണി കൊടുത്തതാണ്. 7ന്റെ പണിയാണല്ലോ ഈ സീസൺ എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മുടെ ഒന്ന് അനങ്ങാതിരിക്കുന്ന മുൻഷിച്ചേട്ടൻ വന്നു, മുൻഷി രഞ്ജിത്ത്. പിന്നെ പുള്ളി പറഞ്ഞത് എന്താണ് ഇവിടുന്ന് ഓരോരുത്തർ വരുമ്പോഴും ചോദിക്കും, ഉപയോഗിക്കാൻ പാടില്ലാത്ത നിയമപരമല്ലാത്ത എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. എന്റെ പ്രിയ സുഹൃത്ത് അനീഷിന്റെ സ്നേഹവും വാത്സല്യവും എനിക്ക് കൂടുതൽ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ. പുള്ളി വേറൊരു സെന്റൻസ് അവിടെ കാച്ചുന്നുണ്ട്. പുള്ളി പറഞ്ഞ പോലെ എങ്ങനെയോ സെലക്ട് ആയി അവിടെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കും, അത്രേ ഉള്ളു പരിപാടി. പിന്നെ വലിയ ഒരു പക്ഷം പിടിക്കാനും പോകത്തില്ല. മാന്യമായ രീതി സ്ത്രീകളോട് ഇടപെടുന്നുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ മുൻഷി രഞ്ജിത്ത് നല്ല സംയമനം പാലിക്കുന്ന പാവമാണ്. വലിയ ലൈഫ് അതിനകത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വന്നത് ഷാനവാസ് ആ സീതാ സീരിയലിന്റെയും മറ്റേ ആ ഒരു ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ലെന്ന് തോന്നുന്നു ഇപ്പോഴും. കാര്യം ഇവിടെ വന്നിട്ട് കണ്ടുപിടിച്ചു, പറയില്ല. എന്റെ സാധനങ്ങൾ ഞാൻ സ്റ്റോറിൽ 2 സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്, എന്റെ 2-3 സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാനാണ് ക്യാപ്റ്റനെ വെച്ചേക്കുന്നത്. അതായത് ഷാനവാസും അനീഷുമായി നല്ല ഒരു പോരവിടെ നടക്കുകയാണ്. കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ സ്ഥിതി വന്നപ്പം അത് ബിഗ് ബോസിന് വിട്ടുകൊടുത്തേക്കാണ് അനീഷ്. അങ്ങനെ അതിനുശേഷം വന്നത് ഒനിയിലാണ്, കിച്ചണിലാണ്. പാവം കിച്ചണിൽ നിന്ന് നല്ല കുക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, നല്ല ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവർക്കും അതിനകത്ത് പുള്ളിയോട് യാതൊരു വിരോധവും ഇല്ല, വലിയ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല, ആക്ടിവിറ്റീസ് ഒന്നുമില്ല പറയണമല്ലോ. പിന്നെ ഒനിയിൽ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്, അണ്ടർവെയർ കൊടുക്കണേ ബിഗ് ബോസെ. അണ്ടർവെയറോ 2 അണ്ടർവെയറോ ഉള്ളത് മാറി മാറി ഇട്ട് മടുത്തു പുള്ളി. അണ്ടർവെയർ കൊടുക്കണേ എന്നൊരു അപേക്ഷയുണ്ട് ഒനിയിലിന്റെ. അത് മിക്കവാറും ബിഗ് ബോസിന് കൊടുക്കും, 2-4 അണ്ടർവെയർ എന്ന് കൊടുക്കും. പിന്നെ വന്നത് നെവിനാണ്. നെവിൻ വന്നിട്ട് പറഞ്ഞു, വാണിങ്ങോ ബിഗ് ബോസിന്റെ വാണിങ് വന്നതിന് ശേഷം ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഒന്നും തന്നെ. മുടിയൊക്കെ പിടിച്ചു കെട്ടി അമ്മ ഒരു എന്തുവാണ്, ഒരു ഡാൻസറാണ്, സ്റ്റൈലിഷ് ചെയ്യുന്ന ആളാണ്, അങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസ് അവന്റെ കുറെ ഉണ്ടെന്നുള്ളതെ വലിയ കാര്യങ്ങളൊന്നും അവിടെ ചെയ്യുന്നില്ല. ഈ ടാസ്കില് ഇതിന്റെ രത്നചുരുക്കം എന്ന് പറയുന്നത് 3 പേരാണ്, അനിമോള്, റെന ഫാത്തിമ, ഷാനവാസ്. ഈ 3 പേര് ഉപയോഗിച്ചതായി അല്ലെങ്കിൽ അവര് കുറ്റസമ്മതം നടത്തിയവർ ഇടുന്നതാണ്. ഈ 3 പേരുടെ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇവർക്കുള്ള ശിക്ഷയോ മറ്റു കാര്യങ്ങളോ പിന്നെ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് ശേഷം വന്ന ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ
ശരത്ത് എഴുന്നേറ്റിട്ട് പറഞ്ഞു, പനി എഴുന്നേറ്റിട്ട് പറയുന്നു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പം പറഞ്ഞു, "ആ, അത് അനീഷ് സമ്മതിക്കുന്നില്ല." ക്യാപ്റ്റൻ പറഞ്ഞു, ഞാൻ ഇവിടെ വന്ന് എല്ലാവരുടെയും സുഖവിവരങ്ങൾ വരെ ചോദിച്ചു, അത്രയും സമയം തന്നു, ഇനിയും പറയാൻ സമ്മതിക്കത്തില്ല. എന്നുണ്ടെങ്കിലും അത് പറഞ്ഞാൽ അത് ബിഗ് ബോസ് എടുക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ ആ സീറ്റിൽ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പുള്ളി പറഞ്ഞു, 2 ദിവസം മുമ്പ് ഞാൻ എന്തോ ഉപയോഗിച്ചു എന്നുള്ള ഒരു കാര്യം ബിഗ് ബോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ശിക്ഷ തരട്ടെ എന്ന് ശരത്തും പറയുന്നുണ്ട്. കാര്യം ഇതിനകത്ത് എല്ലാവർക്കും പേടിയാണ്. ഈ ക്യാമറ കണ്ണ് എവിടൊക്കെയാ പോകുന്ന പിടിക്കുന്നെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം ഇത് കഴിഞ്ഞ സീസണിലൊക്കെ കുറച്ചുപേര് റിലാക്സ് ചെയ്തൊക്കെ ഇരുന്നെങ്കിൽ ഇതിനകത്ത് ഒന്നും അതൊന്നും നടക്കത്തില്ല. പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഈ പരിപാടിയുടെ കാര്യങ്ങൾ നടന്നത്. ഇതിനകത്ത് സംഭവിച്ചത്, പരാജയപ്പെട്ട ജെസിലിന്റെ ഡ്രസ്സും മറ്റ് കോസ്മെറ്റിക്സ്, മറ്റ് പേഴ്സണൽ ബിലോങ്ങിങ്സ് എല്ലാം തന്നെ സ്റ്റോറിൽ കൊണ്ടുവെക്കുവാൻ പറയുന്നു. ജെസിൽ അവിടെ കിടന്ന ചില അഭിപ്രായങ്ങളൊക്കെ വീണ്ടും കാണിച്ചുകൊണ്ട് മറ്റ് സാധനങ്ങളൊക്കെ സ്റ്റോറിൽ പോകാൻ പോകുന്ന ഒരു കാഴ്ചയാണ് ഇന്നത്തെ ഈ ഉച്ചയ്ക്ക് മുമ്പേ ഉണ്ടായ ഒരു